പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ. ചക്രവർത്തി കോൺസ്റ്റന്റൈൻ 11-നും 7000-ഓളം വരുന്ന പടയാളികളും യുദ്ധസജ്ജരായി നിൽക്കുകയാണ്. തലസ്ഥാന നഗരത്തിന്റെ കോട്ടവാതിലിനപ്പുറം 100,000-ഓളം വരുന്ന ഓട്ടോമൻ പടയാളികൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കുരിശുയുദ്ധമേൽപ്പിച്ച മുറിവുകൾ ഉണങ്ങി വരുന്ന സമയം ബാൽക്കൺ പ്രദേശങ്ങളടക്കം പിടിച്ചെടുത്ത് ഓട്ടോമൻ പട കിഴക്കൻ യൂറോപ്പിൻ്റെ ആകെ ഭൂപടം മാറ്റിവരയ്ക്കുകയാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ സുൽത്താന് മുന്നിൽ അടിയറവ് പറഞ്ഞു കഴിഞ്ഞു. ഇനി തലസ്ഥാന നഗരി മാത്രമേ ബാക്കിയുള്ളൂ. കോൺസ്റ്റാന്റിനോപ്പിൾ കോട്ടയ്ക്ക് പുറത്ത് ഓട്ടോമൻ പട തമ്പടിക്കാൻ ആരംഭിച്ചു. രാജാവ് ജസ്റ്റീനിയൻ 11-മൻ സൈനിക സഹായം അഭ്യർത്ഥിച്ച് യൂറോപ്യൻ ശക്തികൾക്ക് സന്ദേശം അയച്ചെങ്കിലും വെനീസിൽ നിന്ന് ഏതാനും നാവികപ്പട മാത്രമാണ് എത്തിയത്. 7000 പടയാളികൾ, 26 കപ്പലുകൾ, കൂടാതെ 30,000 വരുന്ന തദ്ദേശീയരായ പരിചാരകർ എന്നിങ്ങനെയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിലെ സൈനിക വിന്യാസം. 100,000 വരുന്ന പടയാളികൾ, 69 പീരങ്കികൾ, 126 കപ്പലുകൾ. ഈ രീതിയിലായിരുന്നു ഓട്ടോമൻ സൈന്യം നിലയുറപ്പിച്ചത്. ഒടുവിൽ യുദ്ധം ആരംഭിച്ചു. സൈനിക ബലത്തിൻ്റെ കാര്യത്തിൽ ഓട്ടോമൻ സേന ബഹുദൂരം മുന്നിലായിരുന്നുവെങ്കിലും കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കുക എളുപ്പമായിരുന്നില്ല. ഓട്ടോമൻ പീരങ്കികൾ നിരന്തരം ശബ്ദിച്ചു. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഒരു ഭീമൻ പീരങ്കിയും അവരുടെ പക്കലുണ്ടായിരുന്നു. ഈ ഭീമൻ പീരങ്കിയുടെ ശബ്ദം അവർക്ക് ഭൂമി കുലുക്കം പോലെ അനുഭവപ്പെട്ടു. അതിൻ്റെ പ്രകമ്പനത്തിൽ കോട്ടമതിലുകൾ വിറച്ചു. മതിലിൻ്റെ ഒരു ഭാഗം ഭാഗികമായി തകർന്നെങ്കിലും ശത്രുസേന പെട്ടെന്ന് തന്നെ അത് പുനർനിർമ്മിക്കുകയോ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുകയോ ചെയ്തു. ഇങ്ങനെ പോയാൽ യുദ്ധം നീണ്ടുപോകുമെന്ന് ഓട്ടോമൻ സുൽത്താന് മനസ്സിലായി. 21 വയസ്സ് മാത്രം പ്രായമുള്ള ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ 7ാമത് സുൽത്താൻ മുഹമ്മദ് 2-മൻ. യുദ്ധം നീളുന്നത് ഗുണകരമാകില്ല. ഈ സമയം സഹായത്തിനായി യൂറോപ്യൻ സേനകൾ വന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ കോട്ട തകർത്ത് നഗരം പിടിച്ചെടുക്കാൻ അദ്ദേഹം ഉറപ്പിച്ചു. ഓട്ടോമൻ സൈന്യം ഇപ്പോഴുള്ളത് നഗരത്തിൻ്റെ വടക്ക് ഭാഗത്താണ്. തൻ്റെ നാവികപ്പടയെ ബോസ്ഫറസ് കടലിടുക്കിലൂടെ കൊണ്ടുവന്ന് നഗരത്തിൻ്റെ കിഴക്ക് നിന്നും വടക്ക് നിന്നും ഒരേ സമയം ആക്രമിച്ചാൽ ശത്രു സൈന്യത്തിൻ്റെ പ്രതിരോധം തകർക്കാമെന്ന് സുൽത്താൻ കണക്കുകൂട്ടി. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. വെനീസിലെ നാവികപ്പട ബോസ്ഫറസിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. അവരുമായി ഏറ്റുമുട്ടിയ ശേഷം നഗരം ആക്രമിക്കുക എന്നത് പ്രായോഗികമല്ല. പിന്നെ എന്തു ചെയ്യും? ഒടുവിൽ സുൽത്താൻ വിചിത്രമായ ആ തീരുമാനം കൈക്കൊണ്ടു. കുറച്ചു ദൂരം കപ്പൽ കരയിലൂടെ വലിച്ചു കൊണ്ടുപോയ ശേഷം മറുഭാഗത്തുള്ള തീരത്തിറക്കുക. ഇത് കേട്ട എല്ലാവരും തന്നെ അമ്പരന്നു. ശ്രമകരമായൊരു ദൗത്യമാണിത്. എങ്കിലും അവർ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഉരുളൻ തടികൾ എണ്ണ തേച്ച് മിനുക്കി ആയിരക്കണക്കിന് ആളുകൾ അതിനു മുകളിലൂടെ കപ്പലുകൾ വലിച്ചു കൊണ്ടുപോകാൻ ആരംഭിച്ചു. ഈ നീക്കം കരിങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന വെനീഷ്യൻ നാവികസേന അറിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ പിറ്റേന്ന് പ്രഭാതത്തോടെ ഓട്ടോമൻ പട ബോസ്ഫറസിന്റെ മറുകരയിലെത്തി. കരയിലൂടെ കപ്പൽ നീങ്ങി വരുന്നത് കണ്ട ജനങ്ങൾ അമ്പരന്നു. പരാജയ ഭീതി കാരണം പലരും നഗരം വിട്ടു പോകാൻ തുടങ്ങി. പക്ഷേ ജസ്റ്റീനിയനും അവശേഷിക്കുന്ന പടയാളികളും പതറിയില്ല. അവസാനം വരെയും അവർ പൊരുതാൻ തീരുമാനിച്ചു. കൂടാതെ ജനോയിൽ നിന്നെത്തിയ 700 പേരടങ്ങുന്ന ഒരു സംഘം അവരുടെ കമാൻഡർ ജസ്റ്റീനിയായിയുടെ സാന്നിധ്യവും പ്രതിരോധ സേനയ്ക്ക് ധൈര്യം പകർന്നു. പ്രതിരോധ തന്ത്രത്തിൽ അഗ്രഗണ്യനായിരുന്ന ജസ്റ്റീനിയാനി ഓട്ടോമൻ സൈന്യത്തിൻ്റെ പല അക്രമങ്ങളും നിഷ്പ്രഭമാക്കി. 55 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ പോരാട്ടം ഇന്നത്തോടെ അവസാനിപ്പിക്കണമെന്ന് സുൽത്താൻ ഉറപ്പിച്ചു. അധികം താമസിയാതെ ഇരുഭാഗത്തു നിന്നും ആക്രമണം ആരംഭിച്ചു. കിഴക്ക് നിന്ന് നാവികപ്പടയും വടക്ക് നിന്ന് കാലാൾപ്പടയും ഒന്നിച്ചാക്രമിച്ചതോടെ ബൈസാൻഡിയൻ പടയാളികൾക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. ഓട്ടോമൻ സൈന്യത്തിൻ്റെ ഭീമൻ പീരങ്കി ഒരിക്കൽ കൂടെ ശബ്ദിച്ചു. കോട്ടമതിലിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു. കമാൻഡർ ജസ്റ്റീനിയാനി അമ്പേറ്റ് വീണു. അദ്ദേഹത്തിൻ്റെ പടയാളികൾ യുദ്ധമുഖത്തു നിന്നും അദ്ദേഹത്തെ സുരക്ഷിതമായി മാറ്റി. തകർന്നു വീണ മതിലിനിടയിലൂടെ ഓട്ടോമൻ പട ഇരച്ചു കയറി. അവർ ബ്ലക്കാനെ പാലസ് ലക്ഷ്യമാക്കി കുതിച്ചു.
1453 മെയ് 29 ബൈസാൻഡിയൻ സാമ്രാജ്യവും മധ്യകാലഘട്ടവും ഔദ്യോഗികമായി അവസാനിച്ചു. പിന്നീട് യൂറോപ്പിൽ ഒരു പുതിയ ശക്തിയും ആധുനിക യുഗവും പിറവികൊണ്ടു.